നിലമ്പൂരിൽ ഇന്ന് നിശബ്ദ പ്രചരണമാണ്. ആവേശം നിറഞ്ഞ കലാശക്കൊട്ടിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. ഇലക്ഷൻ സാമഗ്രികളുടെ വിതരണവും ക്രമീകരണവും നടക്കുകയാണ്. സ്വാലിഹുണ്ട് നമ്മളോടൊപ്പം വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി നിലമ്പൂരിൽ നിന്ന്. സ്വാലി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. ഇത്രയും ദിവസം നാടിളക്കി മറിച്ചുള്ള വലിയ ആവേശ പ്രചരണം, ഇന്നലെ കൊട്ടിക്കലാശം, അതിനുശേഷം വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. അതേസമയം തന്നെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുക എന്ന ഔദ്യോഗിക നടപടിക്രമങ്ങളും നടക്കുന്നു. മനു, തീർച്ചയായും പോളിംഗിനുള്ള ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് പൂർത്തിയായി വരികയാണ്. ഏതാണ്ട് 2,32,000 വോട്ടർമാരാണ് നാളെ ജനവിധി എഴുതുന്നത്. തിരഞ്ഞെടുപ്പിനുള്ള ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത്. വലിയ ക്രമീകരണങ്ങൾ ഇതിന്റെ ഭാഗമായി പൂർത്തിയായിട്ടുണ്ട്. 59 പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ 263 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത്. അതിൽ ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനകത്ത് വരുന്ന 3 ബൂത്തുകളും ഉണ്ട്. അതോടൊപ്പം തന്നെ 11 പ്രശ്ന സാധ്യതാ ബൂത്തുകളുമുണ്ട്. അതും 3 ആദിവാസി മേഖലകളിലെ ബൂത്തുകളും ഉൾപ്പെടെ 14 ക്രിട്ടിക്കൽ ബൂത്തുകളാണുള്ളത്. ഇവിടെ വലിയ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ബൂത്തുകളിലെയും ഈ വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മണ്ഡലത്തിലാകെ 1,13,613 പുരുഷന്മാരാണ് വോട്ടർമാരായുള്ളത്. 1,18,760 വനിതാ വോട്ടർമാരുമുണ്ട്. 8 ട്രാൻസ്ജെൻഡർ വ്യക്തികളും വോട്ടർമാരായി മണ്ഡലത്തിലുണ്ട്. ഈ ക്രമീകരണത്തിന്റെ ഭാഗമായി ജില്ലാ തെരഞ്ഞെടുപ്പ് വരണാധികാരിയായ കലക്ടർ ഇന്ന് മാർത്തോമ സ്കൂളിലെത്തി ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണമെല്ലാം വിലയിരുത്തിയിട്ടുണ്ട്. ഈ പ്രശ്ന സാധ്യതാ ബൂത്തുകൾ, പ്രത്യേകിച്ച് ഈ നക്സൽ ബാധിത മേഖലകളിലെല്ലാം തന്നെ വലിയ സുരക്ഷയാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. സ്വാലിഹ് വിവരങ്ങൾ നൽകിയത്.